എന്താണ് അപ്പൊ ഇന്ന് ഞാൻ വരുന്നത് ഒരു പുതിയൊരു സീരീസ് ആയിട്ടാണ്. ഫിറ്റ്നസ് ഫയർ എന്നാണ് സീരീസിന്റെ പേര്. അപ്പൊ ഇന്ന് അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോ അതിനായിട്ട് എല്ലാവരും ഓർത്തിരിക്കേണ്ട 5 മെയിൻ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഫിറ്റ്നസ് ജേർണി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ചിലപ്പോ ഫാറ്റ് ലോസ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് ചിലപ്പോൾ മസിൽ ബിൽഡിംഗ് ആയിരിക്കാം, അതൊന്നും വേണ്ട. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ചെയ്യുന്ന സ്പോർട്സിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കാം, ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിരിക്കാം. അപ്പൊ നിങ്ങളൊരു ഫിറ്റ്നസ് ജേർണി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവണം, എന്താണ് നിങ്ങൾക്ക് ഇത്ര നാൾക്കുള്ളിൽ അച്ചീവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര നമ്പർ ഓഫ് ഡേയ്സ് ആണ് നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ട്രെയിൻ ചെയ്യുന്നത് ഒരാഴ്ച 6 ദിവസമാണ്. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് 1.5 ദിവസം വെച്ചിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു പ്ലാൻ ഉണ്ടാവണം, നിങ്ങൾ എത്ര ദിവസമാണ് ഒരാഴ്ച നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ റിക്കവറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഫിറ്റ്നസ് ജേർണിയിൽ നിങ്ങൾ എംബാർക്ക് ചെയ്യുന്ന സമയം മുതൽ റിക്കവറി എന്ന് പറയുന്ന സാധനം വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. 7 to 8 hours ഓഫ് റെസ്റ്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോ ട്രെയിൻ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ ട്രെയിൻ ചെയ്ത ബൈസിൻ ആണെങ്കിൽ ഇനി ബൈസിൻ ഞാൻ ട്രെയിൻ ചെയ്യുന്നത് ആഫ്റ്റർ 48 hours തീർന്നിട്ട് മാത്രമായിരിക്കണം. അല്ലാതെ ഓവർ സ്ട്രെയിൻ കൊടുക്കരുത് ആ പെർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പിന്. പിന്നെ നാലാമത്തത്, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ജിമ്മിൽ പോയി തുടങ്ങിയേക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഐസൊലേഷൻ എക്സസൈസസിൽ അല്ല. നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് തുടങ്ങേണ്ടത് കോമ്പൗണ്ട് എക്സസൈസസിലാണ്. ഇനി കോമ്പൗണ്ട് എക്സസൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ ബോഡി എഫക്റ്റഡ് ആവുന്ന ടൈപ്പ് ഓഫ് എക്സസൈസസ് നിങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഡെഡ് ലിഫ്റ്റ്, മിലിറ്ററി പ്രസ്സസ്, ഇതൊക്കെ എന്താ പറയാ കോമ്പൗണ്ട് എക്സസൈസസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി കോമ്പൗണ്ട് അല്ലാതെ ഐസൊലേഷൻ എക്സസൈസസ് ആയിട്ട് ദയവേത് തുടങ്ങരുത്. കാരണം ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു ബൈസെപ്പ് കേൾ, അതൊക്കെ ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ആ വാക്ക് പറയുന്നതായിട്ടില്ലേ, ഒരു പെർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പിന് വേണ്ടി മാത്രം നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നതാണ്. ആ നിങ്ങൾ ചെയ്യരുത് തുടക്കത്തിൽ. അപ്പൊ ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ജിമ്മും അല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ആക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ട് ഒറ്റയടിക്ക് വെറുതെ പോയിട്ട് സോഫയിൽ ഇങ്ങനെ ഇരുന്നാൽ മാത്രം പോരാ. നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ് ആക്ടിവിറ്റി തീർന്നു കഴിഞ്ഞാൽ മേക്ക് ഷുവർ ദാറ്റ് യു ഡു സ്ട്രെച്ചസ്. ആംപിൾ എമൗണ്ട് ഓഫ് സ്ട്രെച്ചസ് ഷുഡ് ബി ഡൺ സോ ദാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്യൂച്ചർ ഇഞ്ചറീസ് അല്ലെങ്കിൽ ആ സെയിം ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൺട്രാക്ഷൻസും റിലാക്സേഷൻസും എല്ലാം തീർന്നിട്ട് നിങ്ങളുടെ മസിൽസ് റപ്ചർ ആവാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങളുടെ ജോയിന്റ്സിന് പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ചാൻസസ് ഒക്കെ നമ്മൾ മിനിമൈസ് ചെയ്യുന്നതാണ് ഈ സ്ട്രെച്ചസിൽ കൂടെ. അപ്പൊ സ്ട്രെച്ചസും കൂടി ചെയ്യുക. അപ്പോൾ ഈ 5 മെയിൻ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ജേർണി നിങ്ങൾ തുടങ്ങുന്ന മുന്നേ. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ജിമ്മിലേക്കോ അല്ലെങ്കിൽ എന്താ ഫിറ്റ്നസ് ജേർണി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ വീഡിയോ അവർക്ക് ഉറപ്പായിട്ട് അയച്ചു കൊടുക്കുക. അപ്പൊ ഇനിയും ഇങ്ങനത്തെ കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് 3 മിനിറ്റിനുള്ളിൽ എന്റെ എല്ലാ എക്സ്പ്ലനേഷൻസും ഞാൻ തരുന്ന സീരീസ് ആണ് ഈ ഫിറ്റ്നസ് ഫയർ എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ ഡു ഫോളോ ഫോർ മോർ.